പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ ഇബാദത്തുകളും അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മരണസമയത്ത് കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കാതെ ഒരു വിശ്വാസിക്ക് ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാവുകയില്ല. വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്ന വല്ലാത്തൊരു ചോദ്യമുണ്ട്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ വെറുതെ പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും സഹിക്കാതെ വളരെ എളുപ്പത്തിൽ ഈസിയായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വിചാരിക്കുന്നുണ്ടോ? നോക്കൂ, ഇന്ന് സാമ്പത്തികമായി ഉയർച്ച കൈവരിച്ച ഒരു മനുഷ്യൻ, അതുപോലെ തന്നെ നല്ല വീട് വെച്ച ഒരു മനുഷ്യൻ, ആ അധ്വാനത്തിന്റെ ഫലം, അതായത് അദ്ദേഹം ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ സമ്പത്തുണ്ടാക്കിയതും വീടുണ്ടാക്കിയതും ജീവിതത്തിൽ എല്ലാം നേടിയതും, അതിന് പിന്നിൽ ഒരു ത്യാഗമുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചതിന് ശേഷമായിരിക്കും ഒരു സുഖം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ പണിയെടുക്കാതെ ജീവിതത്തിൽ നമുക്ക് ഒന്നും നേടാൻ സാധ്യമാകുകയില്ല എന്ന് പറയുന്നത് പോലെ ഒരിക്കലും വെറുതെ സ്വർഗത്തിലേക്ക് നമ്മൾ ആരും പ്രവേശിക്കുകയില്ല. ദഅവത്തിന്റെ മേഖലയിലും അതുപോലെ തന്നെ രോഗം നൽകിക്കൊണ്ടും മക്കളെ നൽകാതെയും അങ്ങനെ വിവിധ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരായ ആളുകളാണ് പ്രവാചകന്മാർ. ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ആ കാര്യം വിശുദ്ധ ഖുർആൻ നമ്മളോട് കൃത്യമായി പറയുന്നുണ്ട്. എല്ലാവരും മരണപ്പെടും എന്ന വാക്കിന് ശേഷം അല്ലാഹു പറയുന്നത് വനബ്ലുവകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നന്മ കൊണ്ട് അതുപോലെ തന്നെ ശർറ് കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. മറ്റൊരായത്തിൽ കാണാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സ്വന്തം ശരീരത്തിലും അതുപോലെ തന്നെ നിങ്ങൾ എല്ലാമായി കാണുന്ന നിങ്ങളുടെ സമ്പാദ്യത്തിലും അല്ലാഹു നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നൽകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കുന്നത് നുബല്ലികും ബിസ്സിഹത്തി വസ്സഖം, നിങ്ങൾക്ക് ആരോഗ്യം നൽകി നിങ്ങളെ പരീക്ഷിക്കും, അസുഖം നൽകി പരീക്ഷിക്കും. വൽ ഗിന വൽ ഫഖർ, ധനം നൽകിക്കൊണ്ട് അതുപോലെ തന്നെ ദാരിദ്ര്യം നൽകിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വൽ ഹലാൽ വൽ ഹറാം, ഹറാമിലൂടെയും ഹലാലിലൂടെയും നിങ്ങളെ പരീക്ഷിക്കും. അതുപോലെ തന്നെ ദുർമാർഗം നൽകിക്കൊണ്ടും സന്മാർഗം നൽകിക്കൊണ്ടും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. അത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ ആരെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ജീവിതവും മരണവും സൃഷ്ടിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഇന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കുന്നവരാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. അള്ളാഹ് ഇഷ്ടപ്പെട്ട ഒരു വിഭാഗത്തെ പ്രവാചകൻ പറഞ്ഞു, ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തിലാഹും. ഒരു ജനതയെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ, ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അവൻ അള്ളാഹു പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. പ്രവാചകനോട് ചോദിക്കപ്പെട്ടു, അയ്യുന്നാസ് അശദ്ദുൽ ബലാ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്, പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നത് ആരാണ് റസൂലേ? പ്രവാചകൻ കൃത്യമായി മറുപടി കൊടുക്കുന്നുണ്ട്, അൽ അംബിയാ, ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾക്ക് വിധേയമായത്, പരീക്ഷണങ്ങൾക്ക് വിധേയമായത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം. അവിടെ തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി, അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണ് പ്രവാചകന്മാർ. അപ്പൊ നമുക്ക് ഇന്ന് അള്ളാഹു ഒരു രോഗം നൽകിയിട്ടുണ്ട്, സാമ്പത്തികമായി പ്രയാസം നൽകിയിട്ടുണ്ട്, മറ്റുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, തരണം ചെയ്യുന്നുണ്ട്. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല പിന്നെ അതിന് തുല്യമായ ആളുകൾ, അതായത് ദീനുള്ള ആളുകൾ, അവർക്ക് കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കും. ഇത്തരം പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോ ഒരു വിശ്വാസിയുടെ ബാധ്യത നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. وَلَنَبْلُوَنَّكُمْ, മനുഷ്യരെ നിങ്ങൾക്ക് ഞാൻ തുടരെ തുടരെ പരീക്ഷണങ്ങൾ നൽകുന്നതാണ്, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. മിനൽ ഖൗഫി വൽ ജൂഅ്, പട്ടിണി തന്നുകൊണ്ടും അതുപോലെ തന്നെ വിശപ്പ് നൽകിക്കൊണ്ടും, വനഖസിം മിനൽ അംവാൽ, ധനത്തിൽ നഷ്ടം വരുത്തിക്കൊണ്ടും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുന്നതാണ്. വൽ അൻഫുസ്, നിങ്ങളുടെ ശരീരത്തിൽ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകും. വസ്സമറാത്തി, ഫലവൃക്ഷങ്ങളിൽ അതുപോലെ തന്നെ നിങ്ങളുടെ റിസ്കിൽ അല്ലാഹു നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നൽകും. ഏത് പരീക്ഷണങ്ങൾ നിങ്ങൾ അനുഭവിച്ചാലും, നിങ്ങൾ തരണം ചെയ്യേണ്ടി വന്നാലും, ഒരു വിശ്വാസിയുടെ ബാധ്യത വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, വബശ്ശിരിസ് സ്വാബിരീൻ. അവിടെ നിങ്ങൾ ക്ഷമ പാലിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് സ്വർഗ്ഗമുള്ളത്. ആയത്ത് നോക്കൂ നിങ്ങൾ, തഅ്കീദ് വെച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് റബ്ബ് പറയാണ്, വലനബ്ലുവന്നകും. ലാമു തഅ്കീദുണ്ട്, നൂനു തഅ്കീദുണ്ട്. ഉറപ്പിച്ചു പറയുന്ന അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ്. നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷേ ഭയം തന്നുകൊണ്ടായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു ഭയം നൽകും. വൽ ജൂഅ്, വിശപ്പ് നൽകിക്കൊണ്ട് പരീക്ഷിക്കും. വനഖ്സിം മിനൽ അംവാൽ വൽ അൻഫുസ് വസ്സമറാത്ത്, നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു കുറവ് വരുത്തും. നിങ്ങളുടെ ശരീരത്തിൽ അല്ലാഹു നിങ്ങൾക്ക് രോഗം നൽകും. നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ അല്ലാഹു മരിപ്പിക്കും. അതുപോലെ തന്നെ വസ്സമറാത്ത്, നിങ്ങളുടെ കൃഷിയാകട്ടെ, ജോലിയാകട്ടെ, നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടുന്ന എന്തുമാകട്ടെ, അതിലെല്ലാം റബ്ബിന്റെ പരീക്ഷണം കടന്നു വരും. ആ സമയത്ത് വിജയിക്കുന്ന ആളുകളെ പറ്റി പറയുന്നത് എന്തെന്നറിയോ? അതാണ് പ്രവാചകന്മാരുടെ ഒരു ക്വാളിറ്റി തന്നെ. പ്രവാചകന്മാരാണ് കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിച്ചതെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയായി പഠിപ്പിക്കപ്പെടുന്നത് വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അവിടെ നമ്മൾ ക്ഷമിച്ചാൽ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ട്. ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം തന്നെ പരാജയത്തിലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നുണ്ട്, ഇന്നക തുഅകു വഹ്കം ശദീദാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകന് പനിയുണ്ടായ സമയത്ത് പ്രവാചകന്റെ സമീപത്തേക്ക് കടന്നു വന്നു.
എന്നിട്ട് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് നന്നായി പനിക്കുന്നുണ്ടല്ലേ? അതെനിക്ക് പനിയുണ്ട്. നിങ്ങൾക്ക് 2 പേർക്ക് പനിക്കുന്ന രൂപത്തിൽ അത്രത്തോളം പ്രയാസം എനിക്കുണ്ട് ഇബ്നു മസ്ഊദ്. അപ്പൊ ഇബ്നു മസ്ഊദ് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ റസൂൽ താങ്കൾക്ക് 2 പ്രതിഫലമുണ്ടോ? അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതെ ഇബ്നു മസ്ഊദ്, മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദൻ ശൗകതൻ ഫമാ ഫൗഖഹാ ഇല്ലാ കഫറല്ലാഹു ബിആ സയ്യിആതിഹി വഹുത്തത് അൻഹു ദുനൂബുഹു കമാ തഹത്തു അശ്ശജറതു വറഖഹാ. ഏതൊരു മുസ്ലിമിനും വല്ല രോഗമുണ്ടാവുകയോ മറ്റോ മുള്ളോ തറക്കുകയോ ചെയ്താൽ അതുമൂലം അവന്റെ തിന്മകൾ അല്ലാഹു പുറത്തു കൊടുക്കാതിരിക്കുകയില്ല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്, മരത്തിന്റെ ഇല ഉണങ്ങി വീഴും പോലെ അവന്റെ പാപങ്ങൾ അവനിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിലൂടെ 2 കാര്യങ്ങളാണ് റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു പ്രയാസമുണ്ടായി നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ 2 ഗുണമുണ്ട്. ഒന്ന്, അതിലൂടെ നമ്മൾ അറിയാതെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരും. 2, അല്ലാഹുവിന്റെ അത്യുന്നതമായ സ്വർഗ്ഗത്തിലേക്ക് ആ മനുഷ്യനെ പ്രവേശിക്കാനും സാധ്യമാകും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്, അജബൽ ലി അംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽമുഅ്മിൻ ഇന്ന സാബതുഹു സറാഹു ശകറ വകാന ഖൈറൻ ലഹു വഇന്ന സാബതുഹു ളറാഅ സബറ വകാന ഖൈറൻ ലഹു. നമ്മൾക്ക് മനസ്സിലാക്കേണ്ട അല്ലാഹുവിന്റെ പ്രവാചകന്റെ വചനമാണ്, അജബൽ ലി അംറിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. ഇന്നംറഹു കുല്ലഹു ലഹു ഖൈർ, അവന് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാതും അവനെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്, നന്മയാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽമുഅ്മിൻ, അതൊരു വിശ്വാസിക്കല്ലാതെ മറ്റാർക്കും ലഭിക്കുകയില്ല. ഇനി ആ ഖൈർ എന്താണെന്ന് അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇൻ അസ്വാബതുഹു സറാ, അവന് ജീവിതത്തിൽ ഒരു സന്തോഷം വന്നാൽ, അവന് ജീവിതത്തിൽ അല്ലാഹു എന്തെങ്കിലും സന്തോഷം നൽകിയാൽ ശക്റ, അവന് നന്ദി കാണിക്കുകയാണ്. ഫകാന ഖൈറൻ ലഹു, ആ നന്ദി കാണിച്ചത് അവനെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്. ഇനി വഇൻ അസ്വാബതുഹു ളറാ, അവൻ അല്ലാഹു ഒരു ബുദ്ധിമുട്ട് കൊടുത്തു, ഒരു പ്രയാസം കൊടുത്തു, ഫകാന ഖൈറൻ ലഹു, അവന് ക്ഷമിക്കുകയാണെങ്കിൽ അതും അവന് ഖൈറാണ്. അത് ഒരു വിശ്വാസിക്ക് കിട്ടുന്ന മാത്രം ഒരു ക്വാളിറ്റി, വേറെ ആർക്കും കിട്ടൂല. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽമുഅ്മിൻ. നമുക്ക് ജീവിതത്തിൽ സന്തോഷമായി നമ്മൾ ശുക്ർ ചെയ്യും, നല്ല ജോലി കിട്ടി അൽഹംദുലില്ലാ, അതുപോലെ തന്നെ അസുഖം മാറി അൽഹംദുലില്ലാ, അല്ലാഹുവിനെ നമ്മൾ ശുക്ർ ചെയ്യുന്ന രംഗങ്ങളുണ്ട്. ഫകാന ഖൈറൻ ലഹു, അത് ഖൈറാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പോയിന്റ്. ആളുകൾ മനസ്സിലാക്കാത്തതും ഇതാണ്, എന്താ? ജീവിതത്തിൽ പ്രയാസം വന്നു, ഒരു ഉപദ്രവം അല്ലാഹു കൊടുത്തു, ജോലി നഷ്ടപ്പെടുത്തി, ഒരുപാട് സാലറി ഉള്ള ജോലി നഷ്ടപ്പെട്ടു, മക്കൾ അല്ലാഹു മരിപ്പിച്ചു കളഞ്ഞു, അങ്ങനെ പരീക്ഷണം നൽകി. അതുപോലെ തന്നെ കുടുംബത്തിലും സ്വന്തം ശരീരത്തിലൊക്കെ പരീക്ഷണം നൽകി. അപ്പോ മനുഷ്യൻ ക്ഷമിക്കാൻ തയ്യാറാവുകയില്ല. ആ മനുഷ്യൻ ക്ഷമിക്കുകയില്ല. വിശ്വാസിയാണെങ്കിൽ അവൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ അത് ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. നല്ല കട്ടിയുള്ള, നല്ല ഈമാനുള്ള ഹൃദയം നമുക്ക് വേണം. അങ്ങനെയുള്ള ആളുകൾക്ക് ആ സമയത്ത് ക്ഷമിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ക്ഷമിച്ചാലും അതവന് ഖൈറാണ്. അതങ്ങനെ പറയാൻ കാരണം അറിയോ? ആ ക്ഷമയിലൂടെ അല്ലാഹു അവന് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കും. നോക്കൂ, ഇന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്കൊക്കെ അവരുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ അന്ധവിശ്വാസങ്ങൾ എന്താണെന്നറിയോ? തന്റെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ
തുടർച്ചയായി അവർക്കാർക്കെങ്കിലും രോഗം വന്നാൽ, സാമ്പത്തികമായി നഷ്ടമുണ്ടായാൽ ഒരാള് വന്ന് പറയാണ്, അന്ന് നിന്നോട് പറഞ്ഞിരുന്നു നീ വീട് വെച്ചപ്പോ നിന്റെ ബെഡ്റൂം ഇവിടെ വേണ്ട, നിന്റെ അടുക്കള ഇവിടെ വേണ്ട, ശൗചാലയം ഇവിടെ വേണ്ട, ഇപ്പൊ എന്താ എല്ലാം നീ അനുഭവിച്ചില്ലേ? കന്നിമൂലയുടെ പ്രശ്നം വന്ന് അയാള് മന്ത്രിച്ചു അദ്ദേഹത്തിന്റെ ചെവിയിൽ. എന്നിട്ട് ഏതെങ്കിലും തങ്ങളോ ബീവിയോ അതല്ലെങ്കിൽ ആരെങ്കിലും ഉസ്താദൊക്കെ പറഞ്ഞത് കേട്ട് എത്ര ആളുകൾ തന്റെ വീട് പൊളിക്കുന്നുണ്ട്. ആ സ്ഥലം വിറ്റ് വേറെ സ്ഥലം വാങ്ങി വീട് വെക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ സുന്ദരമായ ബെഡ്റൂമുകൾ പൊളിക്കുന്നു, അടുക്കള പൊളിക്കുന്നു, ബാത്റൂം പൊളിക്കുന്നു. വിശ്വാസം എന്താ? ഇതൊക്കെ ഇന്ന ഭാഗത്തായത് കൊണ്ടാണ് എനിക്ക് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, വീട്ടിൽ മരണങ്ങൾ സംഭവിക്കുന്നത്, അപകടമുണ്ടാകുന്നത് ഇന്ന വിഷയങ്ങൾ കൊണ്ടാണെന്ന അന്ധവിശ്വാസം പേറി നടക്കുന്ന ആളുകളാണ്. അവർക്കൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട, അവരൊക്കെ നമ്മൾ മനസ്സിലാക്കിപ്പിക്കേണ്ട അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളുമുണ്ട്. ഈമാൻ കാര്യങ്ങളിലെ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന വിശ്വാസം വരെ അവർ പഠിച്ചിട്ടില്ല. എത്ര ആളുകളാണ് നമ്മുടെ അയൽവാസികളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഖൈർ സംഭവിച്ചെങ്കിൽ, ഒരു ശർറ് സംഭവിച്ചെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു വെച്ചതിന്റെ ഫലം മാത്രമാണ്. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർള് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅ ഇന്ന ദാലിക അലല്ലാഹി യസീർ. നിങ്ങളുടെ ശരീരത്തിലാകട്ടെ ഇനി ഭൂമിയിലാകട്ടെ എന്ത് കുഴപ്പങ്ങൾ വ്യാപിച്ചാലും, നിങ്ങളുടെ ശരീരത്തിൽ എന്ത് അസുഖം വന്നാലും അതെല്ലാം അല്ലാഹു കൃത്യമായി രേഖപ്പെടുത്തിയതിനനുസരിച്ച് മാത്രമാണ് എല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. എങ്ങനെയെന്നറിയോ? ഗർഭാശയത്തിൽ 4 മാസം പ്രായമാകുമ്പോ അല്ലാഹു മലക്കിനെ ഏർപ്പെടുത്തി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് പെണ്ണാണോ ആണാണോ, സന്തുഷ്ടവാനാണോ നിർഭാഗ്യവാനാണോ, ഇവന്റെ റിസ്ക് എന്താണ്, എത്ര കാലം വരെ ജീവിക്കും, എല്ലാതും രേഖപ്പെടുത്തുന്നുണ്ട്. അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് ജീവിതത്തിൽ ഒരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ റബ്ബ് ഉദ്ദേശിച്ചത് കൊണ്ടാണ്. ഇനി ഖൈറാണെങ്കിലോ അതും എന്റെ റബ്ബ് ഉദ്ദേശിച്ചത് കൊണ്ടാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആയത്ത് എന്തെന്നറിയോ? നിനക്ക് അല്ലാഹു വല്ല ദോഷവും ഏൽപ്പിക്കുന്ന പക്ഷം അവൻ ഒഴികെ അത് നീക്കം ചെയ്യാൻ ഒരാളുമില്ല. ആയത്ത് നോക്കൂ നിങ്ങൾ. എന്ത് പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അത് നീക്കാൻ റബ്ബിന് മാത്രമേ കഴിയൂ. ഇനിയോ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ നൽകണമെന്ന് ഉദ്ദേശിച്ചാൽ അതിനെ തടുക്കാനും ആർക്കും സാധ്യമല്ല. ആ നിഅമത്ത് ആ മനുഷ്യന് ലഭിക്കുമെന്നത് തീർച്ചയാണ്. അതല്ലേ നമ്മൾ നമസ്കാര ശേഷം പറയുന്നത്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. നീ നൽകിയത് തടയാനും തടഞ്ഞത് നൽകാനും വേറെ ആരുമില്ല റബ്ബേ എന്ന വിശ്വാസം. അതാണ് ഈമാൻ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 2 വാക്കുകൾ മാത്രം മനസ്സിലാക്കിയാൽ മാത്രം മതി. അൽ ഖൈർ വശർ, അതൊക്കെ അല്ലാഹുവിൽ നിന്നാണ് നമ്മൾ വിശ്വാസം. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ടതില്ല. എന്റെ റബ്ബ് നൽകിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനൊരിക്കലും സങ്കടപ്പെടുകയില്ല, അവനൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ അല്ലാഹുവിൽ പരമേൽപ്പിക്കുക, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ. അങ്ങനെയുള്ള ആളുകൾക്കാണ് വിജയമുണ്ടാകുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വന്നേക്കാം. സ്വകാര്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ
എന്ത് പ്രയാസങ്ങളാണെങ്കിലും ആ പ്രയാസം നമ്മൾ സഹിക്കാതെ ക്ഷമിക്കാതെ വെറുതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. പ്രവാചകൻ പറഞ്ഞു, ദുനിയാവ് എന്ന് പറയുന്നത് സിജിനുൽ മുഅ്മിൻ, സത്യവിശ്വാസികൾക്ക് ഒരു തടവറയാണ്, ഒരു ജയിലാണ്. വജന്നതുൽ കാഫിർ, സത്യനിഷേധിയായ ഒരു കാഫിറിനോ സ്വർഗവുമാണ്. അങ്ങനെ പറയാൻ കാരണം എന്താ? മുസ്ലിമിനെ, മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളുണ്ട്. ഇസ്ലാമിന്റെ ശർഅ അനുസരിച്ച് ജീവിക്കാൻ പാടുള്ള കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇസ്ലാമിനുണ്ട്. അപ്പൊ പരീക്ഷണങ്ങൾ ഒരുപാട് സഹിക്കേണ്ടി വരും, ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും. അതാണ് അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ, ഒരു തടവറയാണ്. വജന്നതുൽ കാഫിർ, എന്ന കാഫിറിന് തോന്നിയതുപോലെ ജീവിക്കാനും പറ്റും, അവന് സ്വർഗ്ഗമാണ്. അപ്പൊ പ്രവാചകന്മാരെ പറ്റി പറഞ്ഞെടുത്ത് ഏത് ഘട്ടത്തിലും അവർ ക്ഷമ പാലിക്കുന്ന ആളുകളായിരുന്നു. അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹു ആ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുക. അത്തരം വിഭാഗങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിശ്വാസികളെയും വിളിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്ബിറു വസ്സാബിറു, നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുക, ക്ഷമ പാലിക്കുന്ന ആളുകളായി നിങ്ങൾ മാറുക. അത് പറയാൻ കാരണം ഇന്നമാ യുവഫസ്സാബിറൂന ബിഗൈരി ഹിസാബ്, അങ്ങനെ ക്ഷമ പാലിക്കുന്ന ആളുകൾക്ക് അല്ലാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകി അനുഗ്രഹിക്കും. നമുക്കൊരു ഹദീസിൽ കാണാം, ഒരു ഖബറിനടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് കൂടി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് നടന്നു പോവുക. അപ്പൊ കരയുന്ന സ്ത്രീയോട് പ്രവാചകൻ പറഞ്ഞു, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ നിനക്ക് ക്ഷമ നീ കൈകൊള്ളുക. ഉടനെ റസൂലിനോട് തിരിച്ചു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കാര്യം പോയി നോക്കുക, എനിക്ക് ബാധിച്ച ആപത്ത് താങ്കൾക്ക് ബാധിച്ചിട്ടില്ലല്ലോ. ആ സ്ത്രീ പ്രവാചകനാണെന്ന് അറിഞ്ഞിട്ടില്ല. പിന്നെ ആരോ പറയപ്പെട്ടു ഇത് പ്രവാചകനാണ്. പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഈ സ്ത്രീ ചെന്നു. റസൂലേ, താങ്കൾ അല്ലാഹുവിന്റെ ഹബീബാണെന്ന് റസൂലാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, ഇന്നമസ്സബ്റു ഇൻദ സ്വദമത്തിൽ ഊല, നിശ്ചയമായും ക്ഷമ ആപത്തിന്റെ പ്രഥമ ഘട്ടത്തിലാണ് അനിവാര്യമായിട്ട് വേണ്ടത്. അത് പലപ്പോഴും നമുക്കില്ലാത്ത ഒന്നാണ്. നമ്മൾ കൃത്യമായി പഠിക്കേണ്ട ഒരു ഹദീസാണത്. അത് പ്രവാചകനോടായാലും ആരോടായാലും അങ്ങനെ പറയാൻ പാടില്ല. റസൂല് പറഞ്ഞത് അത്രയേ ഉള്ളൂ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നീ ക്ഷമ കൈകൊള്ളുക. അത് പറയാൻ താങ്കൾ ആരാ? എനിക്ക് ബാധിച്ച വിപത്ത് താങ്കൾക്ക് ബാധിച്ചിട്ടില്ലല്ലോ. ഒറ്റടിക്ക് എതിർത്ത് കൊണ്ട് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, ക്ഷമ ആദ്യഘട്ടത്തിലാണ് വേണ്ടത്. ആദ്യഘട്ടത്തിൽ ക്ഷമിക്കാൻ കുറച്ച് പണിയാണ്. നമ്മൾ വീട്ടിലാണെങ്കിലൊക്കെ ചിലപ്പോ നമുക്ക് കൺട്രോൾ ഉണ്ടാവില്ല, ക്ഷമിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവൂല, മനക്കരുത്ത് ഉണ്ടാവൂല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പോയിട്ട് അതല്ല, ആദ്യഘട്ടത്തിലാണ് അത് വേണ്ടത്. മറ്റൊരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് പകർച്ചവ്യാധിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടുന്ന് ആയിഷയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുന്ന ചിലർക്ക് ശിക്ഷയായി അള്ളാഹു നിയോഗിക്കുന്നതാണ് പകർച്ചവ്യാധി എന്ന് പറയുന്നത്. അതെന്തുമാകാം, എന്നാൽ അത് സത്യവിശ്വാസികൾക്ക് കാരുണ്യമായിരിക്കും. ഇനി ഒരു സ്ഥലത്ത്, ഒരു രാജ്യത്ത് പകർച്ചവ്യാധി വ്യാപിക്കുകയും അപ്പോൾ ഒരു അടിമ അള്ളാഹു എനിക്ക് വിധിച്ചതല്ലാതെ തന്നെ ബാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കുകയും അത് അടിസ്ഥാനത്തിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമയോടെ ജീവിക്കുകയും ചെയ്താൽ അവന് രക്തസാക്ഷിയുടെ പ്രതിഫലമല്ലാതെ മറ്റൊന്നുമില്ല. അതായത് വിധിച്ചതാണ് എന്ന വിശ്വാസപ്രകാരം നമ്മൾ ക്ഷമിക്കുക, അതിലൂടെ പ്രതിഫലം ആഗ്രഹിക്കുക. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഈ ക്ഷമയിലൂടെ എന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നുണ്ട്, ഈ ക്ഷമയിലൂടെ റബ്ബ് എനിക്ക് പ്രതിഫലം നൽകും എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ അവനെ അള്ളാഹുവിന്റെ സ്വർഗ്ഗം അല്ലാഹു നൽകി അനുഗ്രഹിക്കും. അതാണ് ക്ഷമയെ പറ്റി അത്രയും ഗൗരവത്തോടു കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം. ഇനി ഇതിന് അവസാന ഘട്ടം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇങ്ങനെ ക്ഷമിക്കാത്ത ആളുകളുണ്ടല്ലോ,
ഇങ്ങനെ ക്ഷമിക്കാത്ത ആളുകൾ അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കിടയിലുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ ഉദാഹരണം എടുത്താൽ മതി. അസുഖമുണ്ടായി, റബ്ബിനോട് പ്രാർത്ഥിച്ചു, റബ്ബിശ്ഫിനി, അല്ലാഹു എനിക്ക് പുറത്തു തരണേ. റബ്ബ് മാറ്റി കൊടുക്കുന്നില്ല, അതല്ലെങ്കിൽ പരീക്ഷണം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മറ്റൊരാൾ വന്ന് പറയാണ്, ഇന്ന ഭാഗത്ത് ഒരു തങ്ങളുണ്ട്, ഇന്ന സ്ഥലമുണ്ട്, അവിടെ പോയി നീ മന്ത്രിച്ചൂതിയ വെള്ളം കുടിച്ചാൽ, അതല്ലെങ്കിൽ നൂല് കെട്ടിയാൽ, ഏലസ് കെട്ടിയാൽ അസുഖം മാറും. ആ മനുഷ്യൻ അങ്ങോട്ട് പോവാണ്, അത് കെട്ടുകയാണ്, മന്ത്രിച്ചൂതിയ വെള്ളം കുടിക്കുകയാണ്, അല്ലെങ്കിൽ മുടിയിട്ട വെള്ളം കുടിക്കുകയാണ്. അസുഖം അല്ലാഹു മാറ്റി കൊടുക്കും, അതൊരു പരീക്ഷണമാണ്. അവൻ വിശ്വസിക്കുന്നു, ഇതിലൂടെ എന്റെ അസുഖം മാറി. അത് ആളുകളിലേക്ക് അവൻ പകർത്തി കൊടുക്കുന്നു, ഇന്ന സ്ഥലത്ത് പോയത് കൊണ്ട് എന്റെ അസുഖം മാറി. അങ്ങനെ അന്ധവിശ്വാസങ്ങളും ശിർക്കൽ വിശ്വാസങ്ങളും കുഫ്റൊക്കെ അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലൂടെ ഷെയർ ചെയ്ത് പോവാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹു മക്കളെ നൽകാതെ പരീക്ഷിച്ചു. ഒരുപാട് വർഷം മരുന്ന് കുടിച്ചു, ചികിത്സ നേടി, അല്ലാഹു മക്കളെ കൊടുത്തില്ല. അവസാനം റബ്ബിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിനക്ക് മക്കളെ കിട്ടും, ആ ജാറത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ നിനക്ക് അല്ലാഹു, ആ ദർഗയിൽ പോയി ഒന്ന് പണമിട്ടാൽ അല്ലാഹു നിനക്ക് മക്കളെ നൽകും. ഈ സമയത്ത് ഈ പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമിക്കാത്ത മറ്റു വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നത് അല്ലാഹു അല്ലാത്തവരിലേക്ക് പോകുന്നു. എന്നാൽ സഹോദരങ്ങളെ, അവരെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി അത്തരം ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. ഒരു 3-4 ആയത്ത് എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നൽ ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെ പോലെയുള്ള അടിമകൾ മാത്രമാണ്. ഫദ്ഊഹു ഫല്യസ്തജീബു ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുക, അവർ ഉത്തരം നൽകുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് അന്വേഷിക്കുക. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല. എത്ര സ്ഥലത്താ വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ആളുകൾ ലാ യസ്തതിഊന നസ്റക്കും, അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുകയില്ല. വലാ അൻഫുസഹും യൻസുറൂൻ, അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ കഴിയൂല. എത്ര കൃത്യമാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെ വിളിച്ചു തേടിയാലും, ആർക്ക് മുമ്പിൽ സുജൂദ് ചെയ്താലും, ആരുടെ മുമ്പിൽ ആവലാദിയും വേവലാദിയും ബോധിപ്പിച്ചാലും ലാ യസ്തതിഊന നസ്റക്കും, ആ നസ്ർ സഹായം നൽകാൻ അവർക്ക് കഴിയൂല. എന്നിട്ട് ഖുർആൻ പറഞ്ഞ വാക്യം നോക്കൂ, വലാ അൻഫുസഹും യൻസുറൂൻ, അവർക്ക് അവരെ തന്നെ സ്വയം സഹായിക്കാനുള്ള കഴിവ് പോലും ഇല്ല. ഇനി മറ്റൊരു ആയത്തിലൂടെ പറയുന്നു, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വർത്തമാനം അല്ലാഹു അങ്ങനെ പറയുന്നുണ്ട്. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലഖൂൻ, അവരൊന്നും സൃഷ്ടിച്ചിട്ടില്ല. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതുപോലെ തന്നെ മരങ്ങളും ചെടികളും മനുഷ്യരെയും ജീവിയെയും മത്സ്യങ്ങളെയും പുഴകളും നദികളും എല്ലാം സൃഷ്ടിച്ചത് റബ്ബാണ്. ലാ യഖ്ലുഖൂന ശൈഅൻ, അവരൊന്നും സൃഷ്ടിച്ചിട്ടില്ല. എന്നിട്ട് റബ്ബ് പറയാണ് വഹും യഖ്ലഖൂൻ. ഓരോ ആയത്തിന്റെ ബാക്കിയും അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു കളിയാക്കൽ, ഒരു പ്രതികരണത്തോട് കൂടിയിട്ട് റബ്ബിന്റെ വർത്തമാനം. വഹും യഖ്ലഖൂൻ, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ട ആളുകളാണ്. ഇതൊക്കെ നമ്മൾ ഇത്തരമുള്ള ആളുകൾക്ക് ഓതി കൊടുക്കണം. ഇതൊന്നും മനസ്സിലാക്കാതെ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അല്ലാഹു അല്ലാത്ത അല്ലാഹുവിന്റെ സമന്മാരെ സ്വീകരിക്കുക. അതുപോലെ അല്ലാഹു പറയുന്നു, ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല. വലൗ സമിഉ, ഇനി കേട്ടാൽ തന്നെ മസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകാൻ അവരെ കൊണ്ട് കഴിയൂല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, നിങ്ങൾ തേടിയ ശിർക്കിനെ അവർ പരലോകത്ത് നിഷേധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സഹോദരങ്ങൾ, അല്ലാഹു നമുക്ക് നല്ലൊരു ഉപമ പറഞ്ഞു തരുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. അത് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയല്ല, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും വിളിച്ചുകൊണ്ട് പറയാണ്. ഒരു ഉദാഹരണം എന്ന് നിങ്ങൾ കേട്ടോളൂ. ഇന്നൽ ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ലൻ യഖ്ലുഖു ദുബാബൻ, ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുന്നില്ല.
അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും അവർക്ക് സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഇനി പറയുന്നതാണ് കേട്ടോ, ഈച്ച അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭക്ഷണത്തിന്റെ അവശിഷ്ടം, എന്തെങ്കിലും ഒരു കാര്യം തട്ടിയെടുത്തുകൊണ്ട് പറന്നു പോയാൽ ആ ഈച്ചയിൽ നിന്ന് ഈ ആളുകൾക്ക് ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടം പോലും തിരിച്ചെടുക്കാൻ സാധ്യമല്ല. ഈച്ച എന്തെങ്കിലും ഒരു സാധനം എടുത്ത് പറഞ്ഞു പോയാൽ ആ ഈച്ചന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ പോലും അവർക്ക് സാധ്യമല്ല. തേടിയവനും തേടപ്പെട്ടവനും ദുർബലരാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? അതൊക്കെ ഒഴിവാക്കുക, പ്രയാസഘട്ടങ്ങളിൽ ക്ഷമിക്കുക, എന്നിട്ട് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, എൻ്റെ റബ്ബിനെ മാത്രം ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദ, ആ റബ്ബിൽ യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്ന തൗഹീദിന്റെ പ്രഖ്യാപനമാണ് ആ ഘട്ടങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ ആ ക്ഷമയിലൂടെ അല്ലാഹു നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നൽകുകയും അതുപോലെ തന്നെ പ്രതിഫലത്തിന്റെ അങ്ങേയറ്റമായ ജന്നാത്തുൽ ഫിർദൗസുൽ അഅലയിലേക്ക് ആ ക്ഷമാലുക്കൾ അല്ലാഹു പ്രവേശിപ്പിക്കുകയും ചെയ്യും. അത്തരം വിഭാഗങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് പ്രയാസം വന്നാലും ആ പ്രയാസഘട്ടങ്ങളിൽ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, റബ്ബിന്റെ മുന്നിൽ മാത്രം സുജൂദ് ചെയ്യുന്ന യഥാർത്ഥ മുവഹ്ഹിദീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, സാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമിക്കാനുള്ള മനക്കരുത്ത് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാം ചെയ്യുന്ന അമലുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാഹു അവർക്ക് പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടം അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം